ഇനി നമുക്ക് ഡൽഹിയിലേക്ക് കൂടി പെട്ടെന്ന് എത്താം. എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഗുഡ് മോർണിംഗ്. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ EVM-ന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം വരികയുണ്ട്. അത് ഈ ടെസ്ല CEO ഇലോൺ മസ്ക് ഉയർത്തിയ സംശയങ്ങളെ മുതലെടുത്ത പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനായുള്ള കോപ്പ് കൂട്ടുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. എന്നാൽ 24-ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. ഈ ഒരു വിഷയം ആദ്യം തന്നെ സജീവമായി ഉയർത്താനുള്ള ഒരു തീരുമാനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാർലമെന്റ് സമ്മേളനം ചേരുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യം എന്നുള്ളതാണ് പ്രധാനമായും ഇന്ത്യ സഖ്യത്തിൽ വിലയിരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് BJPക്ക് ഒരു തരത്തിലും കേവല ഭൂരിപക്ഷമില്ല. അതിനാൽ തന്നെ സർക്കാരിനെതിരെ അടുത്ത 5 വർഷം നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷത്തിനുള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ EVM മിഷനെതിരെ ആരോപണവുമായി ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും ഇലോൺ മസ്കിൻ്റെ ഒരു ട്വീറ്റാണ് ഇതിന് പ്രധാന കാരണം. EVM-കൾ ഹാക്ക് ചെയ്യാന്നുള്ളത്. ഇതിന് കേന്ദ്രമന്ത്രി ആയിരുന്ന രാജീവ് ചന്ദ്രശേഖർ അതിന് വ്യക്തമായ മറുപടി നൽകി. അതിന് ഏത് മിഷനും ഏത് ഇത്തരം ഇലക്ട്രോണിക് മെഷീനുകളും ഹാക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു എലോൺ മസ്ക് വീണ്ടും അതിന് മറുപടി നൽകിയത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് ഈ ഫ്ലൈറ്റ് റേഡിയോ സിസ്റ്റം അടക്കം ഹാക്ക് ചെയ്യാൻ സാധിക്കും, നാവിഗേഷൻ സിസ്റ്റം അടക്കം ഹാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എന്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം ഭാരതത്തിൻ്റെ ഈ EVM മെഷീനുകൾ അതൊരു തരത്തിലും ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്, കോടതിയിൽ അത് തെളിയിക്കപ്പെട്ടതാണ്. മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം പരാതികൾ വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് തന്നെ ഇത് കൃത്യമായി തെളിയിക്കപ്പെട്ടതാണ്. അതിനാൽ ഇതൊരു തരത്തിലും ഹാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കി. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫലം ഇതിന് കൃത്യമായി ഇതിനൊരു വ്യക്തത തരുന്നുണ്ട്. EVM-നെ ഒരു തരത്തിലും ഹാക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിന് സാധ്യമല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം തന്നെ വ്യക്തമാക്കുന്നതാണ്. കാര്യം ഉത്തർപ്രദേശിലടക്കം വലിയ തോൽവി BJP നേരിട്ട സാഹചര്യമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ പാർലമെൻറ്റിൽ ഇതിനെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുവാനും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുവാനുമാണ് ഈ പ്രധാനമായും ഈ പ്രതിപക്ഷ കക്ഷികൾ. ശരി, എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ ഇന്ന് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുടെ കൂട്ടത്തിലേക്ക് വയ്ക്കുന്നു.